പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശേഷങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. വീണ്ടും പണിയും, വീണ്ടും പണിത് നിവർത്തും. വീണുപോയവരെന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളോടുള്ള സന്ദേശമാണ്. സ്വപ്നങ്ങൾ വീണുപോയി, ബിസിനസ്സുകൾ വീണുപോയി, കുടുംബങ്ങൾ എന്തൊക്കെയോ വീണുപോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തകർന്നു പോയായിരിക്കും, നഷ്ടമായി പോയി കാണും, അത് ലോസിലേക്ക് വന്ന് കാണും, അതിൻ്റെ ഗ്രാഫ് താഴെ പോയി കാണും. എന്നാൽ പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലൂടെ ഉറപ്പ് പറയുന്നു, ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ നിവർത്തും. അർത്ഥം വീണുപോയ ആരാധിക്കുന്നവൻ. ദാവീദിൻ്റെ പ്രത്യേകത ആരാധിക്കുന്നവനാണ്, ദൈവഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ്. നിങ്ങൾ ഇന്ന് ആരാധിച്ചു തുടങ്ങണം, സ്തോത്രം പറഞ്ഞു തുടങ്ങണം. വീണുപോയ നിന്നെ അവൻ പണിതെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ നിന്ന് പിന്മാറി കാണും, പക്ഷേ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവിന് മനസ്സുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ നിന്നും പുറത്തുപോയി കാണും, നിങ്ങൾ ശുശ്രൂഷയിൽ നിന്നും പുറത്തുപോയി കാണും, നിങ്ങൾ കൃപാവരങ്ങളിൽ നിന്നും ശുശ്രൂഷ വരങ്ങളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നൊക്കെ തകർന്നു പോയി കാണും. കർത്താവ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവിന് മനസ്സുണ്ട്. വീണുപോയതിനെ അവൻ പണിയുന്ന കർത്താവാണ്. അതിൻ്റെ ശൂന്യഷ്ടങ്ങളെ, ശൂന്യമായി പോയി, തകർന്നു പോയി, ഒന്നുമില്ല എന്ന് പറയുന്നതോട് ഞാൻ പറയാം, നിങ്ങളെ പണിതെഴുന്നേൽപ്പിക്കും. സങ്കീർത്തനം 32:7 ഇപ്രകാരം പറയുന്നു, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഈ കഷ്ടം വരുമ്പം, പ്രതിസന്ധി വരുമ്പം സ്വർഗത്തിലെ ദൈവം തന്നെ പുത്രൻ മുഖാന്തരം നിന്നെ കവർ ചെയ്യും. താഴോട്ട് പോകാൻ, വീണു പോകാൻ, ഈ ചിലത് തകർന്നു പോകാൻ കാരണം കഷ്ടത്തിൻ്റെ ഒരു സീസണിലൂടെ പോയതുകൊണ്ടായിരിക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നേ തിരുവചനം അങ്ങനെ പറയുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇടിച്ച് കളയാൻ ഒരു സമയമുണ്ടെങ്കിൽ പണിതെടുക്കാൻ സമയമുണ്ട്. കരയാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ ചിരിക്കാൻ ഒരു സീസണുണ്ട്. എന്നെ കേൾക്കുന്ന, കരയുന്ന ആരെങ്കിലും, തകർന്നു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട്, രക്ഷയ്ക്ക് വലിയൊരു ഉല്ലാസമുള്ളൂ കേട്ടോ, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നിന്നെ ചുറ്റിക്കൊള്ളും. ഇതുവരെ ദുഃഖവാർത്ത, സങ്കടങ്ങൾ, തകർച്ചകൾ, ലോസ്, ഞാൻ പറഞ്ഞത് തകർന്നു പോയി എന്നൊക്കെയാണ് നിങ്ങൾ കേട്ടത്. എന്നാൽ തകർച്ചയ്ക്ക് പകരം ഇതുവരെ കേട്ട് നിങ്ങളെ ചുറ്റി വന്ന തെറ്റായ വാർത്തകൾ, നിരാശയുടെ വാർത്തകൾ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നിന്നെ പണിതെഴുന്നേൽപ്പിച്ച് ശൂന്യശിഷ്ടങ്ങളെ പണിതിട്ട് രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നിന്റെ ചുറ്റും സന്തോഷ വാർത്തകൾ വരാൻ പോവുക. നിന്റെ ദിവസങ്ങളിൽ നന്മയും കരുണയും നിന്നെ പിന്തുടരാൻ പോവുകയാണ്. എല്ലാ നാളും നന്മയും കരുണയും നിന്നെ പിന്തുടരും. ഇതുവരെ സങ്കട വാർത്തകളും സങ്കടങ്ങളും ദുഃഖങ്ങളുമായിരുന്നു. ഒന്നിന് പിറകെ ഒന്നായി സങ്കടം കേട്ടവരായിരിക്കാം, ദുഃഖം കേട്ടവരായിരിക്കാം, തകർച്ച കേട്ടതായിരിക്കാം, നഷ്ടം കേട്ടതായിരിക്കാം. എന്നാൽ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നിന്നെ ചുറ്റാൻ പോവുക. ഇന്ന് വരെ യേശുവിനെ സ്വീകരിക്കുന്നവർ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. സ്വർഗീയ പിതാവേ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. വീണുപോയതിനെ നീ പണിയും, കുനിഞ്ഞ് താണുപോയതിനെ നീ നിവർത്തുന്ന ദൈവമാണല്ലോ. ഈ കുടുംബങ്ങളെ പണിയണമേ, ഇവരുടെ ബിസിനസ്സിനെ പണിയണമേ. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് ഇവരെ ചുറ്റുമാറാകട്ടെ. രക്ഷയുടെ ഉല്ലാസഘോഷം ഇവർ കാണട്ടെ, അനുഭവിക്കട്ടെ. കുടുംബസമേതം ഇവർ അതിലായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.